അക്ഷരപ്രാണശക്തി കൊണ്ടും അതിലേറെ ആലാപന ഗാംഭീര്യം കൊണ്ടും മനുഷ്യ മനസ്സുകളുടെ അഗാധതലങ്ങളെ സ്പർശിക്കുന്ന കവി പ്രൊഫസർ വി മധുസൂദനൻ നായർ. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിൻ്റെ കവിതകൾ എന്നെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. ഒപ്പം ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അദ്ദേഹത്തെ കാണണമെന്നുള്ള ആഗ്രഹവും. ഞാൻ ശ്രീലേഖ, പത്തനംതിട്ടയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഇരുളിൻ മഹാനിദ്രയിൽ എന്ന സൃഷ്ടിക്കൊപ്പം ഒന്ന് യാത്ര ചെയ്യുവാൻ ശ്രമിക്കുകയാണ്. ആത്മബന്ധം, അതാണ് ഈ കവിതയുടെ കാതൽ. സാധാരണക്കാർക്ക് അതിനെ പ്രണയമെന്നും ഭക്തർക്ക് അത് ആത്മീയത എന്നും ഒക്കെ പേരിട്ട് വിളിക്കാം. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. എൻ്റെ ചിറകിനാകാശവും നീ തന്നു. നിന്നാത്മ ശിഖരത്തിലൊരു കൂടു തന്നു. ആത്മശിഖരത്തിലൊരു കൂടു തന്നു. ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ. ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ. ജീവനൊഴുകുമ്പോഴൊരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്ന പുഴ എങ്ങു വേറെ. കനവിൻ്റെ ഇതളായി നിന്നെ പടർത്തി നീ വിരിയിച്ചൊരാകാശമെങ്ങു വേറെ. ഒരു കൊച്ചൊരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ട് തളരുമ്പോഴും. ഒരു കൊച്ചൊരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ട് തളരുമ്പോഴും. കനിവിലൊരു കല്ല് കനിമധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു. നിന്നിലഭയം തിരഞ്ഞു പോകുന്നു. അടരുവാൻ വയ്യ, അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും. ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണെൻ്റെ സ്വർഗം നിന്നിലടിയുന്നതേ നിത്യസത്യം.